നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വയനാട്, കോഴിക്കോട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനാണ് 12ാം സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം നീക്കിവെച്ചത്. വയനാടൻ ഗ്രാമങ്ങൾ താങ്ങാനാവാത്ത ഹൃദയവേദനയായി മാറിയെന്ന് സ്പീക്കർ AN ഷംസീർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. പ്രകൃതി സൗന്ദര്യം കൊണ്ട് എപ്പോഴും നമ്മെ മാടി വിളിച്ചിരുന്ന ചൂരൽമലയും മേപ്പാടിയും അടക്കമുള്ള നമ്മുടെ വയനാടൻ ഗ്രാമങ്ങൾ താങ്ങാനാകാത്ത ഹൃദയവേദനയായി മാറി. കേരളത്തിനുണ്ടായി ഉണങ്ങാത്ത മുറിപ്പാട് നമ്മളെല്ലാം നീറ്റുന്നുണ്ട്. ഓരോ ദിവസം പിന്നിടുമ്പോഴും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരുന്നപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത കൂടുതൽ വെളിപ്പെടുകയായിരുന്നു. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വിലങ്ങാടും മേപ്പാടിയിലും സമഗ്രമായ പുനരധിവാസം ഉറപ്പാക്കാനുള്ള ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് സൃഷ്ടിച്ചത്. ഒരു പ്രദേശമാകെ തകർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാജ്യത്ത് ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ദുരന്തം. വയനാട്, കോഴിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുത്. നമ്മൾ വേഗത്തിലാകണം. അത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. ആരംഭശൂരത്വം കാട്ടിയെന്ന് പലപ്പോഴും ഭരണകൂടങ്ങളെ ആളുകൾ അധിക്ഷേപിക്കാറുണ്ട്. ആ ഒരു സ്ഥിതി ഉണ്ടാകരുത്. ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി, ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം. രാജ്യത്തിന് മുഴുവനുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവൃത്തിയായി നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെക്കുറിച്ചും ടൗൺഷിപ്പിനെക്കുറിച്ചും ഒക്കെയുള്ള വിശാലമായ ആലോചനകൾ നമ്മുടെ ഭാഗത്തുണ്ട്. അതെല്ലാം ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. സഭയിലെ കക്ഷി നേതാക്കളും റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, കൽപ്പറ്റ അംഗം T സിദ്ദിഖ്, നിയമസഭ പരിസ്ഥിതി കമ്മിറ്റിയുടെ ചെയർമാൻ EK വിജയൻ എന്നിവരും ചരമോപചാരം അർപ്പിച്ച് സംസാരിച്ചു. മരണപ്പെട്ടവരെക്കാൾ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ നേരിട്ട് നിന്ന മരണം പൂർണ്ണമായി കണ്ടതിൻ്റെ അതിഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ അവരിപ്പോഴും വിവരിക്കുമ്പോൾ എല്ലാ വിധത്തിലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൗൺസിലേഴ്സിനെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രയത്നങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മളെല്ലാം ഇനിയും അവരുടെ കൂട്ടത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയൊരു ദുരന്തം ഇതുപോലെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കേണ്ടതായ സാഹചര്യം മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം ഇനിയൊരു ദുരന്തം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ നടപടികളാണ്. അതിശക്തമായ മഴ വരുമ്പോൾ അല്ലെങ്കിൽ കെടുതികൾ വരുമ്പോൾ അറിയിക്കാനുള്ള പ്രാദേശികമായ ഒരു സമീപനം ഉണ്ടാവണം എന്ന് കാണേണ്ടതുണ്ട്. നിയമസഭാ കമ്മിറ്റി, പരിസ്ഥിതി കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ ഒട്ടേറെ സാങ്കേതിക മേഖലയിലുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്തപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കാൻ കഴിയും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ചരമോപചാരത്തിന് ശേഷം നടപടികൾ പൂർത്തിയാക്കി രാവിലെ 10:41 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ വീണ്ടും ചേരും. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവരുള്ള ആദര സൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും ഒക്ടോബർ 7-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.